പഴയ ഒരു വിൻറ്റേജ് നിവിനെ എക്സ്പെക്ട് ചെയ്ത് ഇന്ന് തിയേറ്റർ റിലീസ് ആയിട്ടുള്ള ഏറ്റവും പുതിയൊരു റോം കോം എന്റർടൈനർ ചിത്രമായിരുന്നു ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം. ചിത്രത്തിന് ആദ്യ പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നിരിക്കുകയാണ്. കിടിലൻ രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ തന്നെയാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇത്തവണത്തെ ഓണം നിവിൻ തൂക്കിയെന്ന് തന്നെ പറയാം. കാരണം ഓണം വിന്നർ ഓൾമോസ്റ്റ് ഈ ഒരു പടം ഉറപ്പിച്ചു. ഖലീഫയ്ക്ക് അത്രയും മികച്ച റെസ്പോൺസ് അല്ല കിട്ടിയത്, പക്ഷേ ഈ ഒരു പടത്തിന് കിടിലൻ റെസ്പോൺസ് ആണ് ഇപ്പോൾ എല്ലായിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പടത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ പ്രീസെയിൽ കളക്ഷനായി കേരളത്തിൽ നിന്ന് 1,75,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരുമായിട്ട് 4,80,00,000 രൂപയും. നിവിൻ്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് ഓപ്പണിംഗ് ഈ ഒരു പടത്തിന് കിട്ടുമെന്ന് ഇതിനോടകം തന്നെ ഉറപ്പായിരിക്കുകയാണ്. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മന്നാടി എന്ന ചിത്രം. ഈ ഒരു പടത്തിന് സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സെൻസർ ബോഡിയിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. പടം വരുന്ന സെപ്റ്റംബർ 10 വെല്ലുവിളി തിയേറ്റർ റിലീസിനെത്തുന്നത്. പടം ഡയറക്റ്റ് ചെയ്തൊരുക്കുന്നത് വെട്രിമാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള മഹിമാറിനായിരിക്കുമെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. രവിതേജയുടെ ലീഡിൽ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു ഫാമിലി എൻറ്റർടൈനർ ചിത്രമായിരുന്നു ഇരുമുടി എന്ന ചിത്രം. പടത്തിന് ആദ്യ റെസ്പോൺസ് ഒക്കെ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു പടത്തിനും കിടിലൻ റെസ്പോൺസ് ആണ് എല്ലായിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം രവിതേജയ്ക്കും ഒരു പ്രോപ്പർ കംബാക്ക് ഈ ഒരു പടത്തിലൂടെ അടിച്ചിരിക്കുകയാണ്. യാഷിൻ്റെ ലീഡിൽ നെക്സ്റ്റ് വീക്ക് തിയേറ്റർ റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടോക്സിക് എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഓൾ ഓവർ ചിത്രത്തിന് വലിയൊരു ഹ്യൂജ് റിലീസ് തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും കിടിലൻ റെസ്പോൺസ് കൂടെ വന്നാൽ വലിയൊരു വിജയമാകാൻ ചാൻസ് ഉള്ളൊരു പടവും കൂടെയാണ്. ഡയറക്ടറായിട്ടുള്ള ലോകേഷ് ആദ്യമായി ആക്ടറായി വന്നിട്ടുള്ള ചിത്രമായിരുന്നു DC എന്ന ചിത്രം. പടം ഇപ്പോൾ വേൾഡായിട്ട് 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടം എന്തായാലും തിയേറ്ററിൽ ഇപ്പോൾ ഹ്യൂജ് സക്സസ് ആയി തന്നെ മാറിയിരിക്കുകയാണ്. അല്ലു അർജുന് പുഷ്പ 2 ശേഷം ഒരു പടവും റിലീസിന് എത്തിയിട്ടില്ലായിരുന്നു. ബട്ട് നെക്സ്റ്റ് ഒരു പ്രോമിസിംഗ് പ്രൊജക്റ്റാണ് തിയേറ്റർ റിലീസിന് എത്താനിരിക്കുന്നത്, രാഗ എന്ന ചിത്രം. ഈ ഒരു പടത്തിൽ ഓസ്കാർ വിന്നർ ആയിട്ടുള്ള വിൽ സ്മിത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഹൈ ചാൻസ് കാണുന്നത് ഒരു വില്ലൻ ക്യാരക്ടർ തന്നെയാണ്. എങ്കിലും ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിൽ സ്മിത്തിൻ്റെ പോർഷൻസ് ഒക്കെ തന്നെ ആയിരിക്കുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. വിജയ് ദേവർകൊണ്ട ചിത്രങ്ങളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് വന്നതാണ് റൗഡി ജനാർദ്ദന എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ അപ്ഡേറ്റിനെ കുറേ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിൻ്റെ റിലീസ് ഈ ഒരു വർഷം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഈ ഒരു പടം തിയേറ്റർ റിലീസ് എത്തുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സൽമാൻ ഖാനും നയൻതാരയും പ്രധാന വേഷത്തിലെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ പടത്തിൻ്റെ ഷൂട്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഈ ഒരു പടത്തിന് ടൈറ്റിലായി മോൺസ്റ്റർ എന്ന് വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ലാലേട്ടൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ആർമി ബേസ്ഡ് ചിത്രമാണ് L367 എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ ഷൂട്ട് ഇപ്പോൾ ജോർജിയയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പടത്തിൽ ലാലേട്ടൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് മന്ത് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പുഷ്പ പാർട്ട് 1 പുഷ്പ പാർട്ട് 2 സിനിമാറ്റോഗ്രാഫർ ആയിരിക്കും ഈ ഒരു പടത്തിന് വേണ്ടി സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നതെന്നും ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മെഗാസ്റ്റാർ 158 എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഗ്ലിംസ് നാളെ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ചിത്രത്തിൻ്റെ ടീം തന്നെ ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ്. പ്രഭാസിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം. ഈ ഒരു പടത്തിൽ വില്ലനായി എത്തുന്നത് വിവേക് ഒബറോയാണ്. ബട്ട് പലവർക്കും ഉള്ള ഡൗട്ടാണ്, നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ മാസീവായി കേട്ട ഒരു റൂമർ തന്നെയായിരുന്നു പടത്തിൽ ഡോങ്ലി വില്ലനായിട്ട് എത്തും, പക്ഷേ ഇപ്പോൾ വിവേക് ഒബ്രോയ് എങ്ങനെ വില്ലനായിട്ട് എത്തിയെന്ന്. അതിനെപ്പറ്റി ചിത്രത്തിൻ്റെ ടീം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഡോങ്ലിയെ പോലുള്ള ഒരാളെ നമ്മുടെ ഇന്ത്യൻ സിനിമ, അതും പ്രഭാസിനെ പോലുള്ള ഒരു ആക്ടറിൻ്റെ ഇത്രയും വലിയൊരു സിനിമയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു റെമ്യൂണറേഷനൊക്കെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ പടത്തിന് ഇപ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും ഇരട്ടി ഒരു ബഡ്ജറ്റ് കൂടി പോവുകയും ചെയ്യും. അത് റിക്കവർ ആക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു വലിയൊരു സ്റ്റാറിനെ വെച്ചതിന് പകരം നല്ലൊരു ആക്ടറിനെ വെച്ചിട്ട് ആ ഒരു പെർഫോമൻസ് ബേസ് ആ ഒരു കിടിലം വില്ലനാക്കാന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോയെന്നൊക്കെ തന്നെയാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അജിത്തിൻ്റെ ലീഡിൽ പുറത്തിറക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡെയർ ഡെവിൾ എന്ന ചിത്രം. ഈ ഒരു പടത്തിൽ ലാലേട്ടൻ ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെയുള്ള ഒരു റൂമർ തന്നെയായിരുന്നു. അതിനെപ്പറ്റിയുള്ള കുറച്ചുകൂടെ അപ്ഡേറ്റുകൾ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മോസ്റ്റ്ലി ഈ ഒരു പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ ചിത്രത്തിൻ്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ എൻഡ് മുതലാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ടീം ലാലേട്ടനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നും ഈ ഒരു പടത്തിൽ അജിത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ ചെയ്യാനാണ് ചിത്രത്തിൻ്റെ ടീം ലാലേട്ടനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ലാലേട്ടൻ ഓക്കെ അടിച്ചു എന്നുള്ളൊരു പ്രോപ്പർ അപ്ഡേറ്റ് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എങ്കിലും ലാലേട്ടൻ ഈ ഒരു പടത്തിൽ ഉണ്ടാകാനുള്ള ഹൈ ചാൻസ് ഉണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗുഡ് ബാഡ് അഗ്ലി ചിത്രത്തിന് ശേഷം ആ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടറും ആക്ടറും ഒന്നിക്കുന്ന ഒരു തമിഴ് പടം എന്നുള്ള ഹൈപ്പ് ഉണ്ട്. ലാലേട്ടനും കൂടെ ഉണ്ടെങ്കിൽ അതിലും ഇരട്ടി ഹൈപ്പ് ഈ ഒരു പടത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പൃഥ്വിരാജ് കുമാറിൻ്റെ ലീഡിൽ ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഖലീഫ എന്ന ചിത്രം. ഒരുപക്ഷെ ഈ തവണത്തെ ഓണം വിന്നർ ഖലീഫ ആകേണ്ടതായിരുന്നു. അതിന് കാരണം ഈ ഒരു പടത്തിലെ ആക്ഷൻ സീക്വൻസ് ആയാലും ഹൈപ്പ് ആയാലും ബീജം എല്ലാത്തിനും ഭയങ്കര രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷനെ ഈ ഒരു പടത്തിന് ബീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് കാരണം പടത്തിൻ്റെ തിരക്കഥ തന്നെയായിരുന്നു. തിരക്കഥ ഭയങ്കര രീതി വീക്കായി പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും പടത്തിലെ ഫൈറ്റിനോ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനോ ഒന്നും തന്നെ പടത്തെ ഹൈ കൊടുക്കാൻ സാധിച്ചില്ല, എക്സ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും. അതുകൊണ്ട് ഒരു പ്രോപ്പർ പോസിറ്റീവ് റെസ്പോൺസ് പടത്തിന് കിട്ടിയില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് മിക്സ്ഡ് റെസ്പോൺസിലോട്ട് ഈ ഒരു പടം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നിറങ്ങിയ നിവിൻ പോളി പടത്തിന് കിടില റെസ്പോൺസ് വന്നുകൊണ്ടൊക്കെ തന്നെ ഖലീഫയ്ക്ക് ഇനി ഒരു ഓണം വിന്നറാകാൻ പറ്റില്ല. ഇനിയും വരും ദിവസങ്ങളിൽ ഒരു എന്ന് പറഞ്ഞാൽ കളക്ഷനൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രമാണ് നോക്കുന്നത്. പടത്തിന് ഫസ്റ്റ് തന്നെ ഏകദേശം 14 കോടി രൂപയോളം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ പോസ്റ്റ്
പോസ്റ്റർ പുറത്തിറക്കി. അതിനെനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ പടത്തിലുള്ള ക്യാമിയോസിനെയും ലുക്കും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വിട്ടു. ഇപ്പോൾ ഇന്ന് തന്നെ ടൊവിനോയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ സൗബിൻ്റെയും പുറത്തിറങ്ങും. ലാലേട്ടനെ വെച്ചുള്ള പാർട്ട് 2 ഉൾപ്പെടെ അനൗൺസ്മെൻറ്റ് ഇന്നലെ നടന്നിരിക്കുകയാണ്. മേ ബി നെക്സ്റ്റ് വീക്കൊക്കെ നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട ഐറ്റം തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു പാർട്ട് 2 അനൗൺസ് ചെയ്തിട്ടുള്ളത് ഖലീഫ 2 ദി ലെഗസി എന്നാണ്. ലാലേട്ടനോട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി യാതൊരു പിടുത്തവും ഇല്ലെന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഇതുവരെയായിട്ടും ഖലീഫ 2വിനെ പറ്റി ഒരു പ്രോപ്പർ ഡിസ്കഷൻ നടന്നിട്ടില്ല. പിന്നെ ലാലേട്ടനെ അറിയാമല്ലോ, പുള്ളി 2-3 വർഷത്തേക്കിനുള്ള പ്രൊജക്റ്റ് ഇപ്പോൾ തന്നെ ഒരു പ്രോപ്പർ ലൈനപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വൈശാഖ് ചിത്രങ്ങളാണെങ്കിൽ ഇപ്പോൾ ടർബോയ്ക്ക് മിനിസ്റ്റർ രാജ എന്ന രീതിയിലൊക്കെ പല ചിത്രങ്ങൾക്കും പാർട്ട് 2 അനൗൺസ് ചെയ്യുന്നതല്ലാതെ ഉടനെ സംഭവിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ ലാലേട്ടൻ അനൗൺസ് ചെയ്തിട്ടുള്ള ലൈനപ്പ് കണ്ടാൽ തന്നെ അറിയാം ഖലീഫ 2 ഇനി എന്ന് സംഭവിക്കുമെന്ന്. കാരണം ഈ പ്രൊജക്റ്റ് എല്ലാം തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ ഈ വൈശാഖ് ചിത്രത്തിൻ്റെ ഈ ഒരു ഖലീഫ 2വിൻ്റെ ഡിസ്കഷനും എല്ലാം നടന്ന ഒരു ടൈം എടുക്കും. എന്തായാലും ഉടനെ ഒന്നുമില്ല, കുറേ നാൾക്ക് ശേഷം ഖലീഫ 2 വരുമെന്ന് ചിത്രത്തിൻ്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട്.